ഈ സമാധി പ്രശ്നം ഉണ്ടായതിന് ശേഷം ഇത് മാർക്കറ്റ് ചെയ്യാൻ വല്ലാണ്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ അച്ഛൻ്റെ മരണം അത് സമാധിയാക്കിയത് അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണോ എന്ന് പോലും ആദ്യം തോന്നിയിരുന്നു. പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതിന് ശേഷം പിന്നെ ഇതിനെ ഒരു മഹാസമാധി ചടങ്ങാക്കി മാറ്റുന്നു, ആ പദയാത്ര സംഘടിപ്പിക്കുന്നു, അതുപോലെ അതിന് വേണ്ടി അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ആ നാട്ടിലുടനീളം സഞ്ചരിക്കുന്നു. ഇതൊക്കെ ആ കുടുംബത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി കാണുന്നതിൽ മാധ്യമങ്ങൾ ശരിക്കും ഇവിടെ പരാജയപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്. അല്ല, അത് ഞാൻ അതിനകത്ത് ആ കുടുംബം ചെയ്തതിനെ ഞാൻ വലിയ തോതിൽ കുറ്റപ്പെടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു റൈറ്റാണ്. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലപാതകമല്ലാതിരിക്കെ സ്വാഭാവിക മരണമായിരിക്കെ ഇതിനെ ഒരു സമാധിയാക്കി മാറ്റി ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ അവിടെ ഒരു അമ്പലവും ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു സമാധിയൊക്കെ ചേർത്തുകൊണ്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അവകാശമാണ്. പുതിയൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ അവരിതിനെ കണ്ടു കാണും, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. എന്തും ബിസിനസ് ആശയമായിട്ട് കൊണ്ടുവരികയും അത് സക്സസ്ഫുള്ളായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റം പറയില്ല. അപ്പോൾ അവരൊരു സമാധി എന്നുള്ള നില ആദ്യം ഇതിനെ കൊണ്ടുവന്നു. അന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സാലിം തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ, അതായത് ഡോക്ടറെ തൊട്ട് അശുദ്ധമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ആരെയും അറിയിക്കാതെ സമാധി ഇരുത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡോക്ടർ തൊട്ടതിനാണ് അവർ മഹാസമാധിയാക്കുന്നത്. ഇവിടെയും ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമാധി ഇരുത്തുമ്പോൾ നമ്മളത് പോലീസ് ഇത് ഡിഗ് ചെയ്ത് ഔട്ട് പുറത്തെടുക്കുമ്പോൾ കുറേ ഭസ്മം ഉണ്ടായിരുന്നു, മറ്റു പൂജാദ്രവ്യങ്ങളുണ്ടായിരുന്നു, കർപ്പൂരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഇപ്പം മഹാസമാധി ഇരുത്തുമ്പോൾ ഈ തത്സമയം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണെങ്കിൽ അവർ നേരത്തെ വാങ്ങിച്ച ഭസ്മം തികഞ്ഞില്ല, കർപ്പൂരം തികഞ്ഞില്ല, പുതുതായിട്ട് വാങ്ങേണ്ടി വന്നു, ഇത്ര കിലോ വാങ്ങി, ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇതൊരു വലിയ സംഭവമാണ് എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നേരത്തെ ഇതൊക്കെ ഇവർ സമാഹരിച്ചു വെച്ചിരുന്നു, സമാധി ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇവർ നേരത്തെ സമാഹരിച്ചു. അങ്ങനെയാണ് ഇവർ ആദ്യം സമാധി ഇരുത്തിയതെന്ന് നമ്മൾ കരുതണം. എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ ഞാനിവരെ കുറ്റം പറയില്ല. ആദ്യം അവർ സമാധി ഇരുത്തിയപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ കാണുമ്പോൾ നമ്മളുടെ സ്റ്റാർട്ടപ്പ് കുറച്ചും കൂടെ വലുതാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി. അതിനെ ഉപയോഗിക്കാനാണ് അവർ ശ്രമിച്ചത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്പേസിൽ ഇരുത്തുക എന്നല്ല അവർ ഉദ്ദേശിച്ചത്. അവരുടെ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു സംരംഭകത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സംരംഭകർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ചിന്ത കുറേ കൂടെ വലുതായി പ്രവർത്തിച്ചു. അപ്പോൾ ഒരു ദിവസം വൈകി കുറച്ചുകൂടെ വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവർ നേരെ നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലേക്ക് അത് മാറ്റുന്നത്. ചിലപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ വേറെ ആളുകളുണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഐഡിയ കൊണ്ട് ചെല്ലുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ കുറേ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് കുറേ ആളുകളുണ്ടാവും. നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾ ഇത്ര കുറച്ചുകൂടെ വലുതാക്കിയാൽ നന്നായിരിക്കും എന്നൊക്കെ അതുപോലെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് സമാധി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു ബിൽഡപ്പ് ഉണ്ട്. നമ്മൾ മഹാസമാധിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള പുറത്തുനിന്നുള്ള അഡ്വൈസും കൂടെ കേട്ടപ്പോൾ അവരിതിനെ കുറച്ചുകൂടെ വിപുലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഞാൻ അവരെ കുറ്റം പറയില്ല. അതിന് പാകത്തിന് എങ്ങനെ അതിനെ ഡിസൈൻ ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതിനവർ പുറത്തുനിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു ദിവസം മോർച്ചറി വെച്ച് പിറ്റേ ദിവസം കുറെ കൂടെ കാവ്യ അലങ്കൃതമാക്കിയിട്ട്, പുഷ്പാലങ്കൃതമാക്കിയിട്ട് ഒരു ഘോഷയാത്രയൊക്കെ നടത്തി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കവറേജൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു സ്റ്റാർട്ടപ്പായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ടെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാനിത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒട്ടും ബഹുമാനക്കുറവോടുകൂടെയാണ് പറയുന്നതെന്ന് ധരിക്കരുത്. വളരെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ കുറേ കൂടെ നല്ല രീതിയിൽ അവർ ചെയ്യാൻ ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ ഈ സൊസൈറ്റിയിൽ ഇത് നടക്കും എന്ന ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം ഉണ്ടാവാൻ കാര്യം എന്താ? അവർ ചുറ്റും നോക്കുമ്പോൾ അപ്പുറത്ത് ചെങ്കോട്ടുകോണമുണ്ട്, ഇപ്പുറത്ത് പോത്തങ്കോടുണ്ട്, തൊട്ടപ്പുറത്തെ ജില്ലയിൽ മാതാമൃതാനന്ദമയിയുണ്ട്. വലിയ സ്ഥാപനങ്ങൾ, വലിയ ബിസിനസ് സംരംഭങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ആ മനുഷ്യർ കാണുന്നുണ്ട്. അവർ എന്താ പറയുക, അയ്യാ വൈകുണ്ഠസ്വാമിയോ ഒരു ശ്രീനാരായണ ഗുരുവിനെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണുന്നത് ചെങ്കോട്ടുകോണം സ്വാമിയെയും പോത്തങ്കോട് കരുണാകര ഗുരുവിനെയും മറ്റേ മാതാമൃതാനന്ദമയ്യെയും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടപർത്തിയിൽ ഉണ്ടായിരുന്ന പല അത്ഭുതങ്ങൾ, കൊലപാതക കേസുകളടക്കം പല അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സായിബാബയൊക്കെ ആയിരിക്കും. അപ്പോൾ
അവരത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിക്കൂടാ എന്ന് അവർ ചിന്തിച്ചാൽ അതിൽ അത്ഭുതമില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അവരെ കുറ്റം പറയില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇതുപോലൊരു ചെറിയ സംഗതിയെ പ്രോത്സാഹിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ജില്ലയിലുള്ള വലിയ സംഗതി എങ്ങനെയാണ് നമ്മളോട് റിയാക്ട് ചെയ്യാന്ന് ചിന്തിക്കാനുള്ളൊരു ബിസിനസ് ബുദ്ധിയെങ്കിലും ഈ മാധ്യമങ്ങൾ കാണിക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. വേറെ എനിക്ക് സംശയമൊന്നുമില്ല.